മാഡത്തിന് കുടിക്കാൻ എന്നാ വേണം? ചായയോ കാപ്പിയോ? ചായ മതി. ഷോ, ആ മുഖമൊക്കെ ഒന്ന് കഴുകിക്കേ. കണ്ടാലേ അറിയാം ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. നല്ല പുട്ടും കടലയും ഉണ്ട്, അത് കഴിക്കാം. വിശപ്പില്ല. എന്നാലും കഴിക്കണം. പുളിക്ക് കഴിക്കേണ്ടതല്ലയോ? കൈ കഴുകിട്ട് വാ, പുറത്ത് വെള്ളം ഇരിപ്പുണ്ട്. ആ ചെല്ലുന്നേ. ആ നിന്റെ ചെറുതി കാച്ചതാ. പിന്നല്ലാതെ എന്റെ അച്ചായ അവളുടെ വാറ്റ്. അവളെന്റെ മഹാലക്ഷ്മി അച്ചായ, മഹാലക്ഷ്മി. മഹാലക്ഷ്മി പോയിട്ട് ഒരു കുഞ്ഞലക്ഷ്മി പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ? കാർന്നോമാരുടെ കയ്യിലിരിപ്പം അങ്ങനെയല്ലേ? കുടുംബത്തുണ്ടായിട്ടുള്ള സന്തതി പരമ്പരകൾ മുഴുവൻ കണ്ടവന്റെ മുതൽ മുട്ടിച്ചല്ലേ ജീവിക്കുന്നത്. കള്ളനും കാവടിയും ആരെങ്കിലും പെണ്ണു കൊടുക്കൂ? അല്ല അച്ചായ, ഈ അടിപിടിയും ചില്ലറ മോഷണമല്ലാതെ വെട്ടുമുത്തൊന്നും അച്ചാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, വണ്ടിക്കകത്തുനിന്ന് കൊട്ടേഷൻ റേറ്റ് പറഞ്ഞു കേട്ടു. ഇനി പണി തുടങ്ങിയ? സത്യത്തിൽ അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു ഭയങ്കര സംഭവം വിചാരിച്ചോട്ടെ. അച്ചായന്റെ ഒരു ബുദ്ധി. ആ, ബീഫ് ഒലത്തിയതാ. ഓ, എന്റെ അച്ചായ ഇവളുടെ ബീഫ്. അതെ 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 അതെ. നമ്മുടെ പെങ്കൊച്ച് പുട്ടും കടലയും കഴിക്കുക. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും. ഒന്ന് പോ സാവുച്ചായ. അനമേ, ആ അച്ചായനെ കുറിച്ച് ഒരു നല്ല 4 ഡയലോഗ് അവരുടെ അടുത്ത് കാച്ചേക്കണം. അവരൊന്ന് റൊമാൻറ്റിക് ആവട്ടെ. ഇപ്പോഴേ ആണെന്നാ എനിക്ക് തോന്നുന്നു. അച്ചായനോട് ഇഷ്ടമുള്ളത് കൊണ്ടാ അച്ചായൻ കൂടെ വരണമെന്നാ കൊച്ചു പറഞ്ഞത്. അത് ശരിയാ. ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് പോകത്തുള്ളൂ. അല്ല അച്ചായ? ഒന്ന് പൊടി കൂടെ കള്ള. നിന്റെ ബുദ്ധി ഭയങ്കരമാണല്ലോടാ. സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. ഇതേക്കും സാംസനച്ചാൻ എന്ന് പറഞ്ഞ ആരാ? മുത്താ, മുത്ത്. ആ മുത്തിന്റെ കൂടെ മാടം കൂടെ കൂടുമ്പോ മുത്തോട് മുത്ത്. മാടത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാ മാടത്തിനോട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ദേ, ഇഷ്ടമുള്ള പെണ്ണിനെ പുരുഷൻ കൂടെ കൊണ്ടു നടക്കൂ. എന്റെ കൈ പിടിച്ച് സാവിച്ചാന് കൊടുത്തതേ അച്ചായനാ. അന്ന് വന്നപ്പോൾ പറഞ്ഞു മാടത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. സംഗതി കയ്യിൽ നിന്ന് പോയി. അച്ചായന്റെ മനസ്സ് മുഴുവൻ മാടത്തിനുള്ള സ്നേഹമാ. കഴിഞ്ഞ ആഴ്ച അല്ല, ഞായറാഴ്ച, ഈ ആഴ്ചയാ. പനി എങ്ങനെയുണ്ട്? ആ നെറ്റിയിലോട്ടൊന്ന് കൈവച്ച് നോക്കച്ചായ. ഒന്ന് നോക്കിയേ. അച്ചായ നോക്കിയാലല്ലേ ചൂടറിയുള്ളൂ. നോക്ക്. ഈ അച്ചായന്റെ ഒരു നാണം വേണം. അന്യൊന്നും അല്ലല്ലോ. അങ്ങോട്ട് നോക്കച്ചായ. അങ്ങോട്ട് നോക്കച്ചായ. നോക്കല്ലേ? ചൂടുണ്ടോ? സൂക്ഷിച്ചു നോക്കിയാ ചൂടുണ്ട്. ആ, ഇതാടാ ഗുച്ചപ്പേടോ? അന്നമ്മേ, സുബേറാ. കൂടെ ആടുണ്ട്, ചെമ്പുണ്ട്. അച്ചായൻ ഇന്ന് അന്നമ്മയുടെ വക ആട് ബിരിയാണി. എന്റെ അച്ചായ ഇവളുടെ ആട് ബിരിയാണി. ആഹാ, ഇന്നലത്തെ സെക്കൻഡ് ഷോ കളക്ഷനാ. സെക്കൻഡ് ഷോ? ആ, ആൾക്കാർ സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന നേരത്തെ മോഷണം. വീട്ടിലാരും കാണില്ല. അത് ശരിയാ. ഇതുപോലെ പണ്ട് ടി വിയിൽ ഷക്കീലായുടെ പാതിരാപ്പടം ഉണ്ടായിരുന്ന കാലത്ത് നല്ല ഗോളായിരുന്നു. പെരക്കി തീ പിടിച്ചാൽ പോലും ആളുകൾ ഇരിക്കുന്നിടത്ത് അനങ്ങത്തില്ല. ടി വിക്കാരാത് നിർത്തിയോടെ ആ ഗോളും പോയി. എവിടെടി സാബു? അല്ല, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എങ്ങോട്ടാണാവോ പോയത്? നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. അവനൊന്ന് രാവിലെ വെട്ടിയെടുത്തതേ ഒരു സർക്കാർ ദിവസത്തിന്റെ കാലാ. അയ്യോ, അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ആരാടാ നീ? ഏതാടാ ഇവള്? അയ്യോ, ഞങ്ങൾ ഗസ്റ്റാ സാറേ. അതിഥി ദേവോ ഭവ. ഇവന്മാരുടെ ഒക്കെ പണിയെന്നായിരിക്കും നിനക്കും അല്ലടാ? സർ, ഇവിടെ ആരുമില്ല, എല്ലാരും ഓടിക്കളഞ്ഞു. മടിയിലിട്ട് വളർത്തിക്കോ നീ അവനെ. എവിടെ ഒളിച്ചാലും ഞാൻ അവനെ പൊക്കും. അത് കഴിഞ്ഞ് നിന്നെ. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ സാറേ? അന്നമ്മയെ പൊക്കൊന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് തിളപ്പിച്ച വെള്ളത്തിൽ അവർ തന്നെ കുളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സാറും വെറുതെ തിളപ്പിക്കാൻ നിൽക്കണ്ട. ചെല്ല്. വാടോ. സാബുച്ചായോ? എന്തോ? സാബു എവിടെ? എടാ സാബുവേ, ഈ ഒടുക്കത്തെ ബുദ്ധി ആരുടെയാണ്? ഒക്കെ അന്നമ്മയുടെ ചായ. ഓ, ചേടത്തി അന്നമ്മയല്ല, പൊന്നമ്മയാ. പൊന്നമ്മ സാബു. ഞാനിനി ഇവിടെ ഒന്ന് ഒരാഴ്ച നിൽക്കാൻ പോവുക. ഇതിനൊക്കെ ചേടത്തി എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുക്കണം. എടാ കുഞ്ഞെ, നീ ചേച്ചിയുടെ ബാഗ് ഒന്നും ഞങ്ങൾ പോയേക്കുവാ.
അതൊന്ന് പോക്ക ചായ. നമ്മൾ വിശാലായിട്ടൊന്ന് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ പോയി, ഒരുപാട് ദൂരം പോകണം. പോണ വഴി നമ്മുടെ ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എടാ ഞങ്ങളാ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കണം. നീ വരണ്ട, പോണ വഴി ആ എസ് ഐ എങ്ങാനും കണ്ടാലോ. ചെല്ലടാ. ഓ രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്ന്. ദീർഘസുമംഗലി ഭവ. എന്തെങ്കിലും വിശേഷം ഉണ്ടെ അറിയിക്കണേ. എനിക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്ത. അച്ഛൻ്റെ വീട്ടിലേത് വണ്ടിയാ? വണ്ടിയോ? എൻ്റെ വീട്ടിലോ? എൻ്റെ കുഞ്ഞെ ഇക്കാലത്ത് പെട്രോൾ വിലയ്ക്ക് ആരെങ്കിലും കാശ് കൊടുത്ത് വണ്ടി വാങ്ങിക്കുമോ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ണാക്കന്മാർ മുറ്റം നിറയെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവും. നമുക്ക് വണ്ടി എടുക്കണം എന്ന് തോന്നുമ്പോൾ അതിലേതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റുക, ഓടിക്കുക. എന്നിട്ട് പെട്രോൾ തീരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാറ്റി നിർത്തുക, നടന്നു പോകുക. അപ്പോൾ വണ്ടി ഓടിച്ച സന്തോഷം നമുക്ക്, നഷ്ടപ്പെട്ട വണ്ടി കണ്ടുപിടിച്ച സന്തോഷം പോലീസുകാർക്ക്, കാണാതെ പോയ വണ്ടി തിരിച്ചു കിട്ടിയെന്ന സന്തോഷം ഉടമസ്ഥന്. അങ്ങനെ എത്രയോ പേർക്ക് ആ സന്തോഷം കിട്ടുന്നേ. നമ്മൾ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചാൽ ഈ സന്തോഷം ആർക്കെങ്കിലും കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിന് പ്ലഷർ ട്രിപ്പ് എന്ന് പറയുന്നത്. ഗുളിക കഴിച്ചായിരുന്നു? തല്ലു മേടിക്കുന്ന കൊച്ചിനേതാ? അവൻ ഇവിടുത്തെ ഒരു ബ്ലേഡാ, ജോയ്. അല്ലെന്ന് ഇവിടുത്തെ ഒരു കിഡു, ജമ്പൻ സുനിൽ. നമ്മുടെ സാബുവിന്റെ ശത്രുവാ. ഇടപെട്ടാ വല്ലതും കിട്ടുമോ? ഇടപെട്ട് നോക്ക്. നോക്കാല്ലേ? ജോയ്മോനെ, സാമച്ചായം വന്നടാ. എഴുന്നേറ്റ് എഴുന്നേറ്റ്. എന്റെ കുഞ്ഞിനെ തല്ലി പഞ്ചറാക്കി കളഞ്ഞല്ലോടാ. വന്നേ, സാമച്ചായം ചോദിക്കട്ടെ. എന്നതാ പ്രശ്നം? എന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം പലിശയ്ക്ക് മേടിച്ചതാ. ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അടി. കിട്ടാനുള്ള കാശ് മേടിച്ചു തരാം. മേടിച്ചടി തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. എന്നാ തരും? എന്തും തരും. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ കുഞ്ഞ് വന്നാട്ടെ. ആരാടാ എന്റെ കുഞ്ഞിനെ തല്ലിയത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? കേട്ടില്ലായിരുന്നു? ജോയ്മോന്റെ സാമച്ചായ. മേടിച്ചാ കൊടുക്കണം, അല്ലെങ്കിൽ എന്നതിലും പറ്റിയായിരുന്നു. സൂക്ഷിച്ചോണേ. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? 26 മിസ് കോള്. ഒരു മിനിറ്റ്. ഇത് മുഴുവൻ കഴിക്കണോട്ടടി. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് വിളിച്ചു പോയതാ. എങ്ങനെയുണ്ട്? എന്താന്ന് വെച്ചാ എളുപ്പം പറയടാ. അവൾ അകത്ത് നോക്കിയിരിക്കുക. ഓ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു മുറിയിലാ കിടക്കുന്നേ? അതെ. ഒരു കട്ടിലിൽ? ആ. എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? എല്ലാം ഒന്ന് മൊബൈലിൽ എടുത്തു വെച്ചോ. അതാകുമ്പോ സൗകര്യം പോലെ എനിക്കും കാണാലോ. എന്നാത്തിനാടാ മൊബൈലാക്കുന്നേ? വീഡിയോക്കാരെ വിളിച്ച് ഷൂട്ട് ചെയ്യിക്കാടാ. ബാക്കിയുള്ളവൻ എങ്ങനെയെങ്കിലും ഉള്ള മനസ്സിൽ കയറി പറ്റാന്ന് പറഞ്ഞാൽ സമ്മതിക്കല. വെക്കടാ ഫോൺ അവിടെ.
ഹലോ ഹലോ. എന്താ ചായ എന്തു പറ്റി? എന്തോ ഒരു ദുഃഖവാർത്ത കേട്ട പോലെ. ലിബിയയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എപ്പാ? ഇന്ന് ഉച്ചയ്ക്ക്. വീട്ടിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിയേ? ആ ഇന്നലെ രാത്രി പുറപ്പെട്ടു. രാവിലെ കണ്ണൂരെത്തി. ഞാനും ഒരു തവണ ദാസേട്ടനെ കാണാൻ കണ്ണൂര് വന്നിട്ടുണ്ട്. വരുന്ന കാര്യം നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നോ? ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്നെ കാണണം. എനിക്കും അത്രയ്ക്ക് ഇഷ്ടാ? എനിക്ക് യോഗ ചെയ്യണം കുളി കഴിഞ്ഞ. ഈ വരട്ട് തള്ളക്ക് എന്തൊക്കെ അറിയാം. ഇതാരായി ഇരിക്കുന്നേ? എന്റെ മാലയും കമ്മലും ഒന്നും ഇട്ട് കാണാൻ പറ്റില്ല. ഭാഗ്യം. അയ്യോ, കുങ്കുമപ്പൊട്ടിടുന്നത് കല്യാണം കഴിച്ചവരല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞല്ലോ. ചുമ്മാ അങ്ങ് പറഞ്ഞാ മതിയോ? അതിന് ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? ചടങ്ങുകളും കഴിഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലായി. 7 കൊല്ലം? മണിക്കുട്ടൻ എന്ന പേര്. കരിപ്പയിൽ കന്നുകാലികളുടെ കച്ചവടം. പൊള്ളാച്ചിയിൽ പോയി മാടിനെ കൊണ്ടുവരും വിൽക്കാൻ. കന്നുകച്ചവടം കാരണം നാട്ടുകാരെ വിളിച്ചിരുന്ന പേര് കന്നുകുട്ടൻ. നീ ലോഡ് കൊണ്ടാ ചന്ത ഇറക്കി. ആ പൊട്ടം കിട അവിടെ കാണും. മോളെ മല്ലികേ, ദേ മണിക്കുട്ടൻ വന്നു. എടി മല്ലികേ, നിന്റെ അമ്മ വിളിക്കുന്നു. അമ്മേ, ദാ വരുന്നു. മണിയേട്ടാ, ഞാൻ ഇപ്പൊ വരാം. അമ്മ ചായ വെക്കും. മോനിരിക്കും. നിന്റെ മണിയേട്ടനോട് പറയടി, നീ 2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാന്ന്. പറയാത്ത കുഴപ്പമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ലോഡ് എടുക്കാൻ പോയതുകൊണ്ടാ പിന്നെ ഇവിടെ ആക്കിയിട്ട് പോയാ. ഞാൻ എപ്പോഴും അടുത്ത് വേണം. അതൊക്കെ മനസ്സിലാവണമെങ്കിലേ കല്യാണം കഴിക്കണം. അമ്മാവൻ ഇന്നും പതിവ് തെറ്റിച്ചിട്ടില്ല. നിന്നോട് പറഞ്ഞ ഇച്ചിരി വെള്ളം എടുക്കാൻ. ഈ മീൻ വെട്ടി കഴിയാതെ എഴുന്നേക്കാൻ പറ്റില്ല. വെള്ളം എന്തിനാണെന്ന് എനിക്കറിയാം. എനിക്ക് വെള്ളം തന്നിട്ട് മതി നിന്റെ ചാളക്കറി ഉണ്ടാക്കല്. ഒരു ദിവസം നിങ്ങളെ കാല് ഞാൻ വെട്ടി മാറ്റും. അന്ന് തന്നെ ഞാൻ ചവിട്ടി കൊല്ലോടി. സാധനം വെള്ളം ഞാൻ ഒഴിച്ചു തരാം. എന്റെ ഒരു ആഗ്രഹമാ. ഒരു 90 ഏറ്റു. അത് മതി. എടി കടലാമേ, പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. നല്ല ആളാ. ഇന്നലെ തന്നെ വരുമെന്നും പറഞ്ഞു പോയിട്ട് അതിന് മാടിനെ കിട്ടണ്ടേ? ഒന്ന് വിളിച്ചു പറയണ്ടേ? ഇന്നലെ ഞാൻ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. ഞാൻ ലോറി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. കന്നു കച്ചവടം ചെയ്ത് ചെയ്ത് കന്നിനെ പോലായി സ്വഭാവം. വെറുതെ എല്ലാ ആൾക്കാര് കന്നുകുട്ടൻ എന്ന് വിളിക്കുന്ന. കന്നുകുട്ടൻ. അല്ല, കാച്ചിന് ആവശ്യമുണ്ടെന്ന് കരുതി തോന്നിയ വിലയിട്ടാലേ ഇവറ്റകളൊക്കെ ഇവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. പറഞ്ഞ വിലക്കാണെങ്കിൽ നീ വിറ്റാ മതി കേട്ടോ. ഓ, പറഞ്ഞ വിലക്ക് നീ തന്നെ മേടിക്കേണ്ടി വരും.
എടാ മണി, രാവിലെ നീ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ക്രാവ് വാങ്ങിച്ചത് 6000. ഇന്നലെ വൈകിട്ട് നീ വാങ്ങിച്ചത് 2000. 2 മാസത്തെ വാടക 2000, മൊത്തം 10. രാവിലെ കിടന്ന് പിടയ്ക്കേണ്ട തരും. ഉച്ചയ്ക്ക് മുമ്പേ കിട്ടണം. അത് ഉച്ചയാകുമ്പോ പറയാം. ഇത് കൊള്ളാലോ. ഇതിപ്പോ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചു എന്ന് പറഞ്ഞ പോലെയായി. ശിവേട്ടാ, വൈകിട്ട് ഒരു ലോഡ് കുരുമുളക് വരുന്നുണ്ട്, ഇറക്കാൻ കൊടുന്നുണ്ടോ? ലോഡ് ഇറക്കാനൊന്നും എന്നെ കൊണ്ടുപോയ. നീ വല്ല കൊട്ടേഷൻ ആണെങ്കിൽ പറടാ. ദേ ശിവേട്ടാ, മിണ്ടാതിരുന്നോണം. വെറുതെ ഒരു പറച്ചില്. നിർമ്മല എവിടെ പോയി? ചേച്ചിയും സുധാകരേട്ടനും കൂടി കാലത്ത് ഇറങ്ങിയതാ. എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അവര് വല്ല ഉരുളി കമത്താനും പോയിട്ടുണ്ടാവും. ഉരുളിയോ? ഓ ബെസ്റ്റ്. ഈ പൊട്ടിപ്പണിനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. എടി കുഞ്ഞിക്കാല് കാണാൻ നേർച്ച. നിർമ്മലേ, എന്തു പറ്റി? എനിക്കിനി ജീവിക്കണ്ട, ചത്താ മതി, ചത്താ മതി. എന്താടാ രാവിലെ 2 പ്രാവശ്യം വന്ന് നോക്കി? നീ എവിടെ പോയിരുന്നു? അത് ചേട്ടാ, ഞങ്ങൾ ആശുപത്രിയിൽ പോയതാ. ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്നിട്ട്? നിർമ്മലയുടെ കാര്യം ആകെ കുഴപ്പമായി. ഡോക്ടർ പറഞ്ഞു അത്രേ, സുധാകരേട്ടന് കുട്ടികളുണ്ടാവില്ലാന്ന്. പാവം. என்ன காம்பினேஷன், பீஃபும் பிராண்டியும் போல இருக்கு. ഇതാര്? മരിച്ച സുധാകരേട്ടന്റെ ചേട്ടന് വിജയൻ. ഏതോ ഒരു ഭരത്തനാ, കൂടുതലായൊന്നും അറിയില്ല. ഓ, അത് CP ആയിട്ടുള്ള പ്രശ്ന. ഞാനൊന്ന് ഇടപെട്ടു. കൂടെ ഉണ്ട്, കൊടുക്കാം. ഞാൻ വണ്ടി ഓടിക്കുക. മെമ്പറെ, ആരാ? കോഴിപ്പണിക്കര. ആ പറയടോ. ഓ, ഒന്നും പറയണ്ടെന്നെ പണിക്കരെ. ഇല്ലിക്കൽ ജോസിന്റെ കളി എന്നോട്. പഞ്ചായത്ത് വികസന ഫണ്ട് ഞാൻ കട്ടുമുടിച്ചു, മെമ്പർ CPയെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നാളെ മുതൽ അവന്റെ കാൽനടജാഥ. പേര് ചതച്ചേക്കാൻ പറഞ്ഞു. ഇവൻ അതങ്ങ് വൃത്തിയായിട്ട് ചെയ്തു. നമ്മുടെ അടുത്ത് ആ കളി. കവലയിൽ അടിയുടെ പൊടിപൂരമല്ലായിരുന്നോ? ഇനി അവൻ നടന്നു പോവില്ല. പിന്നല്ലേ കാൽനടജാഥ. ഞങ്ങൾ ആ മണിയുടെ അടുത്ത് വരുന്നു പോവുക. വൈകിട്ട് കാണാടോ. ഓക്കെ. വാ വാ, ഇന്ന് ഫുൾ ഡേ, ഫുള്ളിന്റെ ഡേ. എന്റെ ആദ്യ ഭാര്യയ്ക്ക് പുതിയ ഭർത്താവിനെ കിട്ടിയതിന്റെ ആഘോഷം. ഒഴിക്കണ ഒരു 90. ഓ, അവളുടെ കൂടെ വന്നവനെ കണ്ടോ? കണ്ടില്ല, കാണാൻ സമയമായിട്ടില്ല. ഞാൻ കണ്ടു. ആളെങ്ങനെ? ഒറ്റയടി തീർത്തടിച്ചാൽ വീഴും, അത്രേ ഉള്ളൂ. വീഴും, പക്ഷെ അടിക്കുന്നവനായിരിക്കും. നീ ശരിക്കും കണ്ടു കാണില്ല അല്ലേ കിടാവേ? ശരിക്കും അങ്ങോട്ട് കണ്ടില്ല. എന്തായാലും അവള് നിന്റെ തല ഒഴിഞ്ഞല്ലോ, സമാധാനായി. ഓൾഡ് ഹസ്ബൻഡിനെ തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് അവൾ ഇവിടെയോ നമ്മുടെ കടത്തിണ്ണയിലോ സത്യാഗ്രഹം ഇരിക്കുമെന്നായിരുന്നു എന്റെ പേടി. ആ നിർമ്മലേ, ദൈവം നിന്റെ കൂടെയാ. അവൾ അവനെ പൊറപ്പിക്കുക, അവൻ അവളെ പൊറപ്പിക്കുക, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. നമ്മള് ഹാപ്പി ലടാ ശിവ. ഏതായാലും എന്റെ വാർഡിൽ ഒരാൾ കൂടെ ആയി. അവൻ ആരാണെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നും അറിയണം. അത് ഞാൻ ഏറ്റു.
ഇവള് ജയിലിലായപ്പോഴേ ലീല പാതി ചത്ത പോലായി. മണി നിർമ്മലയുടെ കൂടെ പൊറുതി തുടങ്ങിയ പിന്നെ അവൾ എണീറ്റിട്ടില്ല. ചത്ത നന്നായി. ഒന്നും അറിയണ്ടല്ലോ. മല്ലിയെ മരണം അറിയിക്കാൻ കണ്ണൂർ വന്നത് ഞാനാ. അന്നും മണിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ ഇവളും ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് തോന്നി. എടോ കേശവ, ഓ എൻ്റെ ഭാര്യ, അല്ല ഭാര്യയായിരുന്നു, ഇപ്പൊ അവളെൻ്റെ ഭർത്താവാ. അവൾക്ക് വട്ടായി പോയി. മല്ലികേ, നിന്നെ വിമാനത്തിലെ വിടാമെന്ന് ഞാൻ പ്രത്യേകം മന്ത്രിയോട് പറഞ്ഞിരുന്നതാ. പറഞ്ഞത് ഭവാനിയല്ലേ, ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റുമോടോ? പറ്റത്തില്ല, പറ്റത്തില്ല. എവിടുന്നാ? വടക്കുന്ന ഉണ്ണിയാർച്ചയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ, കഴിഞ്ഞ മാസത്തിലെ. വേല എടുക്കാതെ ഉടവാളം വീശി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ തന്നെയാണോ കെട്ടിയത്? അതെ, കുഞ്ഞിരാമൻ തന്നെ. ഗൾഫിലായിരുന്നു, ഇപ്പൊ രണ്ടുപേരും സൗദിയില. അവൻ അങ്ങനെ തന്നെ വേണം. അല്ല പിന്നെ എന്താടോ കേശവ കുന്തം വിഴിഞ്ഞണക്കിക്കുന്നത്? മീൻ വെട്ടാനുണ്ടെന്ന് അറിഞ്ഞൂടെ? ഇപ്പൊ വരാ. ചട്ടി കിടക്കുന്ന തിമിങ്ങലെ ഇപ്പൊ ചീഞ്ഞു പോവുമല്ലോ. ഒക്കെ എൻ്റെ കാലിൻ്റെ കുഴപ്പാ. ഒരു ദിവസം അവൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാല് മുടക്കി ഒറ്റ തൊഴി. അവളുടെ കയ്യിൽ ഇത് കത്തിക്കൊണ്ട് എന്നെ കാലിട്ടൊരൊറ്റ വെട്ടും. അങ്ങനെ എൻ്റെ കാലിന് ചട്ടും. അവൾക്ക് തലയ്ക്ക് വട്ടുമായി പോയി. ഇപ്പോൾ അവൾ ഭർത്താവും ഞാൻ ഭാര്യയും. എന്താ പോരെ? എന്റെ മകളാ സുനന്ദ. ഭർത്താവ് ഗൾഫിലാ. അതിന്റെ സന്തോഷത്തിൽ എപ്പോഴും അവള്. ബാങ്കിൽ നിൽക്കുമ്പോഴാ ഫോൺ വന്നത്. മല്ലിയും കൂടെ ഒരാളും വന്നിട്ടുണ്ടെന്ന്. ഇതാ കൂടെ വന്ന ആള്? അതെ, ഞാൻ എനിക്ക് മനസ്സിലായി. മല്ലിക എവിടെ? മല്ലി, എടി മല്ലി. അമ്മയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളതോ മോക്കുണ്ടോ? കുറെ കാലം കൂടിയാ. ഭവാനി അറിയണ്ട. ഞാനായിട്ട് പറയുന്നു. അതെ, അകത്തിരുന്ന് കള്ളു കുടിക്കുക. ആ കേശവേട്ടനുണ്ട് കൂടെ. കേശവേട്ടൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇവന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ളു കുടിച്ചാൽ പിന്നെ പ്രഷറിനും ഷുഗറിനും പ്രത്യേകിച്ച് ഗുളി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരുമാതിരിപ്പെട്ട ഗുളിയെല്ലാം കൂടി അരച്ചു ചേർത്തിട്ടാണ് അവർ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. കേശവേട്ടോ ആയല്ലോ. ശിവോ, ഭരതന്മാർക്ക് ഇവിടെ വീടും കൂടിയൊക്കെ ആയി. ചേട്ടാ, ചേട്ടൻ ഒരു ലിവർ വരട്ടെ വരട്ടെ. പോരട്ടെ പോരട്ടെ. ചെട്ടിയാർ ശിവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സാംബശിവൻ എന്ന് കേട്ടു. ആരും ചിരിക്കണ്ട, ശരിയാക്കും ഇപ്പൊ മായും. ഇതാണ് ശിവൻ, ചെട്ടിയാർ ശിവൻ. എന്താ നിന്റെ പേര്? സിൽവസ്റ്റർ സ്റ്റാലിൻ. കളിയാക്കിയതാ? ഭരതന്മാരെന്ന് ഇരുത്തി പൊറപ്പിച്ച ശീലം ഈ നാടിനില്ല. ആ ദുശീലമൊക്കെ താമസിയാതെ മാറും. വേണ്ട, കൂടുതൽ ഡയലോഗ് അടിച്ചാൽ കുപ്പി പൊട്ടും. പൊക്കോണം, നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന്. അതിന് നീ കുപ്പിയും ഗ്ലാസ് ഒന്നും തല്ലിപ്പൊട്ടിക്കണ്ട. നാളെ നേരം വെളുക്കുന്നവരെ കാത്തിരിക്കാൻ വേണ്ട. നേരെ പുറത്തോട്ട് വന്നാൽ മതി. നല്ല പൊട്ടീരും ഞാൻ വെച്ചേരാം. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഒരു അടി ഉണ്ടാക്കാനുള്ള പ്രശ്നമൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇവനെ വിളിച്ചോണ്ട് പുറത്തോട്ട് പോയി. ശരിക്കും അറിയില്ല അവന്. ഈ നാട് പെശക. ഞാൻ അതിലും പെശക. എന്റെ വക കേശവേട്ടാ, മല്ലികയുടെ കൂടെ വന്ന ഒരു ആൺകുട്ടിയാന്ന് അറിഞ്ഞിട്ട് സന്തോഷത്തിനാ അങ്ങ് പിടിപ്പിച്ചേ. ഇത് നമ്മുടെ സ്വന്തം ആളാ. ചേട്ടാ, പുതിയ കുപ്പിയൊന്നും വേണ്ട. ഇപ്പൊ കുടിച്ചെന്റെ ബില്ലും കൊടുത്താൽ മതി. ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ജേക്കബ്. മല്ലിക ഞങ്ങളുടെ സ്വന്തം കുട്ടിയാ. എന്റെ പേര് സാംസൻ. ഒരു കാര്യം ഒന്ന് പറയട്ടെ. അച്ഛാ, ഈ മണിക്കുട്ടനും നിർമ്മലയും തമ്മിൽ ഒരുപാട് നാളായിട്ട് പ്രേമമായിരുന്നു. എന്ത് പ്രേമം? ഒക്കെ ഒരു കഥ പോലെയാ. നിർമ്മലയുടെ അച്ഛന്റെ കടയിൽ കണക്കപ്പിള്ളയായിട്ട് വന്നവനാണ് ആദ്യ ഭർത്താവ് സുധാകരൻ. അവളുടെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാ അവൾ അവനെ കെട്ടിയത്. അതിന്റെ ഒരു ഇഷ്ടക്കേട് അവൾക്ക് അന്നേ ഉണ്ടായിരുന്നു.
പിന്നെ സുധാകരന്റെ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് അറിഞ്ഞതോടെ അതങ്ങ് കൂടി. ഇതെല്ലാം കണ്ടും കേട്ടിരുന്നവനാ മണി. പറ്റിയ സമയം മനസ്സിലായതോടെ അവൻ കയറി അങ്ങ് അടുത്തു. അവന്റെ ലക്ഷ്യം അവളുടെ കാശായിരുന്നു. അവൾക്ക് വേണ്ടതോ സ്വത്തിന്റെ അല്ല, അനന്തരാവകാശാൻ ഒരു കുഞ്ഞും. അവൻ മല്ലിക സുധാകരനെ കൊന്നത് മണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നാട്ടുകാർക്കൊന്നും അറിയത്തില്ല. പിന്നെ അതൊക്കെ ഈ നാട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. ഇവന് തന്നെ സൂക്കടാ.